സേമിയപ്പ കാലമൊക്കെ നോക്കണുണ്ട്. ആര് കളിയാക്കിയാലും നമ്മൾ അതിന് തളരരുത്. ശേഷി തിന്നാണ്. എല്ലാവർക്കും പുതിയ. അപ്പൊ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ 1000 താങ്ക്സ് പറയുന്നു. ആരുണ്ട്? ഹലോ ഡിയേഴ്സ്. അപ്പൊ നിങ്ങളെല്ലാവരും ഓക്കെ ആയി ഹാപ്പി ആയി ഇരിക്കണമെന്ന് കരുതുന്നു. നമ്മൾ പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളുടെ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വ്ളോഗ് നമ്മൾ ശനിയാഴ്ചയാണ് ഷൂട്ട് ചെയ്തത്. ഇത് പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാലോ. എന്തായിക്കൂടെ മുട്ടത്തി പോണ് നോക്കണോ പോണത്? അതെ, ആദ്യം ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം യൂട്യൂബ് കട്ടാക്കുമല്ലോ. അപ്പൊ അതേ നേരത്തെ കൂടെ മുട്ടത്തിട്ട് പോയിട്ടുണ്ട് ചായ എടുക്കാന്. അവസ്ഥ ഇന്ന് നമുക്ക് ടിഫൻ ഉപ്മാവും നേന്ത്രപ്പഴം നല്ല നെയ്യിൽ വറുത്ത് കോരിയതുമാണ്. ഉണ്ണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടിഫൻ കേട്ടോ. അച്ചൂട്ടന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഫ്ലവർ വറുത്തു. പിന്നെ ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ മോരൊഴിച്ച കറി ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിച്ചക്കൻ വാശി പിടിക്കായിരുന്നു, കറി ഒഴിക്കേണ്ട അമ്മ വെളിച്ചെണ്ണയും പൂട്ട് ഇളക്കിയാൽ മതിയെന്ന് കേട്ടോ. അച്ചുട്ടൻ്റെ മുഖത്തുണ്ടല്ലോ നിറയെ വെള്ളക്കുത്തുകളാണ്. അപ്പം അത് മാറാൻ വേണ്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എടുത്ത് പറഞ്ഞതാണ് യെല്ലോ കളറിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കുക എന്നുള്ളത്. കുറേയൊക്കെ വിറ്റാമിനുള്ള മരുന്നൊക്കെ തന്നായിരുന്നു, ടോണിക്ക് മാതിരി. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ഞാൻ എഴുതി തരില്ല, വലിയ കുട്ടിയായി ഇനി ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു വിറ്റാമിൻ റെഡി ആവട്ടെ എന്നാണ്. സേമിയ ഉണ്ടല്ലോ നല്ല രീതിക്ക് വറുത്ത് ഉപ്മാവ് വെച്ച് കഴിഞ്ഞാൽ നല്ല കലകലേനിങ്ങനെ കിടക്കും, ഒന്നൊന്നിൽ ഒട്ടാണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉപ്മാവ് വെച്ചാൽ. പിന്നെ അതിലോട്ട് നേന്ത്രപ്പഴം ഇങ്ങനെ നെടുകെ വട്ടത്തിൽ നുറുക്കിയത് നെയ്യിൽ പഞ്ചസാര ഇട്ടിട്ട് വറുത്തങ്ങോട്ട് കോരിക്കഴിഞ്ഞാൽ അത് ഒന്നിച്ചിട്ട് വറക്കാൻ പാടില്ലേ. നെയ്യും വെളിച്ചെണ്ണയും പാതി എടുത്തിട്ടുണ്ട് ഞാൻ, വെറും നെയ്യിൽ വറക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കുറേശ്ശെ പഴനുറുക്ക് എടുത്ത് വറുത്ത് കോരുക. അപ്പോൾ മാത്രമാണ് ആ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ മൂത്ത് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പഴമൊക്കെ പാടെ കട്ടയാവും. അപ്പോൾ പിന്നെ അത് വലിയ ഇഷ്ടമാവില്ല എല്ലാവർക്കും. എന്തായാലും ഇങ്ങനെ പഴനുറുക്ക് വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഉണ്ണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്തിരി എരിവോടെയാണ് നമ്മളെല്ലാ ഫുഡും ഉണ്ടാക്കുന്നത്. ഇവിടെ എരിവ് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു എരിവൊക്കെയുള്ള ഉപ്മാവിക്ക് ഇത്തിരി മധുരം കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ഉപ്മാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ. അപ്പോൾ അതുമാതിരിയൊക്കെ തന്നെ ഞാനും ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഉപ്മാവ് സേമിയം നല്ല രീതിക്കൊന്ന് ഒരു 3/4 ഭാഗത്തോളം വറക്കും. അത്രയേ ഉള്ളൂ ചെയ്യാറ്. ഒരുവിധമൊക്കെ ചിലർ ചെയ്യുമായിരിക്കും അങ്ങനെ. പിന്നെ നേന്ത്രപ്പഴം വറുത്തതും നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ചെറുപഴവും ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ ഏറ്റവും ഇഷ്ടം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. പഴം ഇങ്ങനെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലിങ്ങനെ വറുത്ത് കോരിയെടുക്കുക. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ മുരിഞ്ഞ മാതിരി ഒരു എന്താ പറയുക ഒരു ബ്രൗൺ നിറത്തിലോട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലോ? സൂപ്പറല്ലേ. എൻ്റെ അച്ചൂട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ അവൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, ഭംഗിയില്ലേ എന്നൊക്കെ. കുഞ്ഞെ പ്ലസ് വണ്ണവർക്ക് ഇല്ലേ, ക്ലാസ് ഇല്ലേ? പോണ്ട എന്താ പോണ്ട പറയാം. ഇതൊരു ശനിയാഴ്ച വ്ളോഗാണ്, നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പം ഇന്ന് +1 +2കാർക്കൊന്നും ക്ലാസ് ഉണ്ടാവില്ല. ഇന്നാണെങ്കിൽ എനിക്കും ഇല്ലേ. അപ്പോൾ പിന്നെ ബാക്കി പറയണ്ടല്ലോ. അല്ലേലേ സ്കൂളിൽ പോകാൻ മടിയാനാണ് എൻ്റെ അച്ചു. ആയിക്കോട്ടെ ഞാനും ആദ്യം കൂടി വീട്ടിലിരുന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കുറേ നേരം ചിണുങ്ങിയിട്ടാ. പിന്നെ ഞാൻ സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ വാരി കഴിക്കാൻ നമുക്ക് പറഞ്ഞാണ്. എന്നാൽ വാരി കൊടുക്കുകയും ചെയ്ത് നല്ലോണം അവിടെ ഒലിപ്പിച്ചാൽ പിന്നെ പരാതിയും പരിഭവമൊന്നും ഇല്ലാണ്ട് സ്കൂളിൽ പോയിക്കോളുമല്ലോ. ഭക്ഷണം കഴിക്കാൻ നേരത്തെ വർത്താനം പറയാൻ പാടില്ല നോക്കാം. നല്ല ബോധമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എൻ്റെ മക്കൾക്ക് ഇല്ലാത്ത വർത്താനം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് ഉപ്മാവ്? എന്താ എൻ്റെ വെറുതെ കിടക്കുന്നുണ്ടല്ലേ. വറുത്തതുകൊണ്ടാണ്. സെമിയ വറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നല്ല സൂപ്പറായി ഇങ്ങനെ കിടക്കും ഉപ്മാവ്. ആദ്യമൊക്കെ അല്ലേ എൻ്റെ അച്ചൂട്ട ഉപ്മാവേ കഴിച്ചിരുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ അച്ചൂട്ട ഉപ്മാവ് കഴിക്കുന്ന തിരക്കൂട്ടുക. സ്കൂളിൽ പോകാൻ വഴുകിച്ചിട്ടാ വഴുകൂല. ഏട്ട സൈക്കിളിൽ പകുതി വരെ കൊണ്ടാക്കിയിട്ട് സൈക്കിള് പോകണ്ട, അതിനൊന്നും ആയിട്ടില്ലേ, കുട്ടി ചെറുതാണേ. അതല്ല
അമ്മ കുട്ടി വേഗം വേഗം കഴിക്കും ചെയ്യേ. നേരം മെഴുകണ നോക്കിക്കൊന്നും അപ്പവും കൂടി ഇല്ല. അപ്പൊ അമ്പലത്തേക്കൊക്കെ പോവാന്ന് പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും വാരി കൊടുക്കുമ്പോ എന്താട്ടോ ഞാൻ കാണിച്ചുതരാം. അമ്മ കാട്ടണുണ്ടോ അച്ഛൻ? നോക്കിയേക്കണുണ്ടി നമ്മളില്ലേ ഒരാൾക്ക് വാരി കൊടുക്കുമ്പോ നോക്കിയൊക്കെ ഞാനും വായ തുറക്കുക. ഞാൻ മാത്രാണോ അങ്ങനെ? മറ്റുള്ളവരും അങ്ങനെയാണോ? പറ്റില്ല പെൺകുട്ടിക്ക് നില ഉപ്മാവ് കൊടുത്തു നോക്കിക്കോണം അല്ലേ? ആദ്യം ഒരു കുപ്പായിടും കുഞ്ഞേ. കുട്ടീനെ ആക്കി കൊടുക്കണേ. വന്നിട്ടല്ലേ കുളിക്കണുള്ളൂ, നേരല്ല. കുഞ്ഞാ ഇവിടെ ഉച്ചയായി കിട്ടണ്ടേ കുഞ്ഞെ? ഉച്ചക്ക് ഈ പഴം മാത്രം കഴിച്ചതിന് ഇതും കൂടി ചായ പഴം കഴിച്ചാൽ ഇത് കൂടി നോക്കിയോ പിന്നെ ഇതെന്താ ഞങ്ങളെ നിൽക്കണ്ട്? നോക്കുണ്ണി എന്തൊക്കെ കാട്ടണുണ്ണി. ഉണ്ണി തിന്നട്ടായി. അതൊരു അവകാശമാണ്, തിന്നാതിരിക്കണ്ടെന്ന് പറയാൻ പാടില്ല. അവകാശം കഴിക്കാനുള്ള അവകാശം ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും കുറെ കടമകളും ഉണ്ട്. ഒരു പുസ്തകത്തിന്റെ എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടാവുന്ന മറ്റുള്ളവരുടെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൂപ്പര് കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സേമിയപ്പായ്ക്ക് ഇങ്ങനെ നേന്ത്രപ്പഴം ചെറുതാക്കി നോക്കിയതേ ഞാൻ പറയട്ടെ, തല്ലൂടാണ്ട്. സേമിയപ്പായ്ക്ക് ഉണ്ടല്ലോ സൈഡ് ഡിഷ് ആയിട്ട് ഇതുമാതിരി നേന്ത്രപ്പഴം നെയ്യിൽ വരട്ടെ, കുറച്ച് പഞ്ചസാര ഇടാണ്ട് കുറച്ച് പഞ്ചസാര ഇടാട്ടോ. എന്നിട്ട് വറുത്ത അങ്ങനെ നല്ല എന്താ ഇതുമാതിരി കിട്ടും മൊരിഞ്ഞ്. നല്ല ടേസ്റ്റ് കൂട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ. ചുട്ടൻ സ്കൂളിൽ പോകാനൊക്കെ നല്ല കള്ളമടിയനാണ്, പോവാതിരിക്കാൻ മാക്സിമം മെനക്കെടും. പക്ഷെ ഉണ്ടല്ലോ നമ്മളൊന്നായിട്ട് മൂപ്പിച്ച് സ്കൂളിൽ പോകാനായിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര ധൃതി വെപ്രോളാണ് കേട്ടോ. സ്കൂളിലെത്താൻ നേരം വൈകുമോ, അമ്മ എന്നെ ഒന്ന് വേഗം പുറത്തേക്ക് ഇറക്കി വിട്, എന്നെ ഒന്ന് കൊണ്ടാക്കിത്താ, എനിക്ക് അതൊരുക്കിത്താ ഇതൊരുക്കിത്താന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടേ. പക്ഷെ എൻ്റെ ആദ്യം ഉണ്ടല്ലോ സ്കൂളിൽ പോകാനൊന്നും മടിയില്ല, പക്ഷെ ഒരുങ്ങി പുറത്തിറങ്ങണമെങ്കിൽ ഭയങ്കര മെനക്കെടാ. സൈക്കിള് പാർത്താട വരെ വരുള്ളൂ. ഇപ്പോഴേ പറയാം ചോട്ടാൻ വയ്യ, വെയിറ്റ് ഇല്ല, അതുകൊണ്ടാണ്. എന്താണെന്നറിയോ, അതൊരു സൈക്കിള് പോയിച്ചോണ്ട് സുഖല്ലേ. എന്താ ഐഡിയ കൂടല്ലേ? ഞങ്ങളുടെ തെറ്റാണേ. അതിലിവിടെ പ്രസക്തി ഇല്ലല്ലോ. എന്ത് ഇതെന്നല്ല കുഴിച്ചിട്ടാ? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചട്ടിയാണ് ഗൈസ്. ഞാനല്ലാണ്ട് കെട്ടിയോ? അടിപൊളിയാണല്ലോ. അടിയിൽ 10 മണി, പിന്നെ കുറച്ച് മറ്റേ അറിയാം അത് അടച്ചു. ഞാൻ വെള്ളം നിറയ്ക്കാം. എങ്ങനെ അടച്ചു ഉണ്ണി? അടച്ചു. ആണോ? സന്തോഷം. താമര എവിടുന്നാവോ? സ്കൂളിന്റെ അവിടെ ഒരു താത്ത വിൽക്കുന്നു. എത്ര രൂപ? ഒരു വീട്ടിലാണ്. എത്ര രൂപ? അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് വരുത്താൻ പറ്റും. പൈസ ഉണ്ടോ ചേട്ടാ? ആയിക്കോട്ടെ എന്നാ മതി. ചേട്ടാ ഉണ്ണി ചെറി തുറച്ചോ?
ചെറിയ ചുരിയിൽ എന്തൊക്കെ വെച്ചിട്ടാ എന്നെ ഉണ്ടല്ലോ എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളും അതുപോലെ അവിടെയുള്ള കുട്ടികളൊക്കെ ചേച്ചിന്നാണ് വിളിക്കുക. ആദ്യമാരും വിളി ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ കമൻറ്റിലും കുറേ പേര് ചേച്ചിയുടെ പേരെന്താ, വീട് എവിടെയാണ്, നാട് എവിടെയൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് എൻ്റെ ഉണ്ണിയുടെ സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചേച്ചിന്ന് വിളിക്കും. കൊട എടുത്തോ കുട്ടി? ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാന്ന് വാ 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 വാ. കൊട വേണം. ഇന്നലെ തല അനച്ചിട്ടല്ലോ. എന്ത് അപ്പൊ ഇന്നലെ റെയിൻകോട്ട് എവിടെ നട്ട്? ആ പക്ഷെ തല അമ്മാര് നനച്ച് ഇറങ്ങിയിരുന്നല്ലോ. റെയിൻകോട്ട് അപ്പുറത്തും ഇപ്പുറത്തും തിരിഞ്ഞിരിക്കണേ. വേണ്ട കേട്ടോ, ആ റെയിൻകോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത റെയിൻകോട്ട് കൊണ്ട് പോയിട്ട് തല നനച്ചിട്ട് എനക്ക് കുഴപ്പമൊന്നുമില്ല, വല്ല വയ്യായി വന്നാലേ. ആ അച്ചൂട്ടൻ എന്താ രഹസ്യം പറയണേ അറിയോ? അമ്മ വെറുതെ പറയല്ലേ, ഇത് വീഡിയോ ആവുന്നോണ്ടല്ലേ മഴ കൊള്ളാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അമ്മേനെ മഴ കൊള്ളാൻ സമ്മതിക്കാറുണ്ടല്ലോ. അമ്മമ്മ വീഡിയോ കണ്ടിട്ട് അമ്മേനെ ചിത്തറിയുന്ന ഓർത്തിട്ടല്ലേ എങ്ങനെ പറഞ്ഞേന്നൊക്കെ പറയും കേട്ടോ. അതൊരു വാസ്തവം തന്നെയാണ്. ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും എനിക്ക് മഴ കൊള്ളണം അമ്മ, ഞാൻ ഒന്ന് മഴ കൊള്ളട്ടെ എനിക്ക് ചോദിക്കും. ഞാനപ്പോൾ ചിലപ്പോൾ ഒക്കെ മഴ കൊള്ളാൻ സമ്മതിക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് മഴയത്തിന് വേഗം കയറ്റി മേലൊഴിക്കല്ല, തല നനച്ച് കുളിപ്പിച്ച അകത്തട കയറ്റും. തലയിൽ കുറച്ച് രാസനാദിപ്പൊടിയൊക്കെ അങ്ങോട്ട് തിരുമ്മി കൊടുക്കും. പക്ഷെ അതൊന്നും വീഡിയോയിൽ ഇടാറില്ലേ. എന്തായാലും കൊട എടുക്കാൻ വേണ്ടി മടങ്ങി വന്നതല്ലേ, അപ്പൊ വെറും കൈയോടെ എങ്ങനെ പോവാന്നും പറഞ്ഞ് ചില്ലറ വർക്കാണ്. ഒന്നുമില്ല. അച്ചുവിൻ്റെ എപ്പോഴും ചില്ലറ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൊടുത്ത് നോട്ടാക്കിയിരിക്കുകയാണേ. അവൻ്റെ കാശ് പൊട്ടിക്കാതിരിക്കാൻ വേണ്ടി ഏട്ടൻ്റെ കയ്യിൽ തരക കേട്ടോ. അതിലൊരു 100-ൻ്റെ നോട്ടും പിന്നെ 5-ൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവൻ്റെ ശേഖരണമാണത്രേ. ആ നോട്ടൊന്നും ചിലവാക്കാണ്ട് എടുത്തു വെക്കുന്നതാണ്. ഞങ്ങൾ കുറേ തിരഞ്ഞു നോക്കിയിട്ടോ, ചില്ലറ ഒന്നും കിട്ടിയില്ലേ. എൻ്റെ അടുത്ത് പറയും അമ്മയുടെ ബാഗിൽ ഒരു 500 രൂപ ഉണ്ടല്ലോ, ഞാൻ അതെടുത്ത് പോയി 10 രൂപ ചിലവാക്കി കറക്റ്റ് പൈസ അമ്മയ്ക്ക് കൊണ്ടുത്തരാന്ന്. അപ്പോൾ ഞാൻ അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ മണ്ണാക്കി. അപ്പൊ ഞാൻ വരുമ്പോ അങ്ങനെ ചളിയാവും. എൻ്റെ അച്ചൂട്ടന് തല തോർത്താനും ചെറിയ തുടയ്ക്കാനും ഒന്നും തോർത്തുമുടേണ്ട ആവശ്യമില്ല. ഞാനിടുന്ന ഡ്രസ്സാണ് അവൻ്റെ തുടപ്പ്. ചിലപ്പോൾ ഒക്കെ ഞാൻ പറയൂട്ടോ അമ്മ മൂശിങ്ങുന്നു കുഞ്ഞാ, മൂട്ടി ഉള്ളിൽ കിടക്കണ ഏതെങ്കിലും തുണിയിൽ ചെറിയ തുടയ്ക്കും മോൻ തുടയ്ക്ക് പറഞ്ഞാൽ കേൾക്കുകയോ ചെയ്യില്ല കേട്ടോ. ആ സ്പ്രേ ആണ് അമ്മ എൻ്റെ ഫേവറേറ്റ് എന്നൊക്കെയാണ് ഇപ്പം മൂപ്പര് പറയുക. അതിനവനെ എന്നെ എല്ലാവരും കളിയാക്കും, ഇതൊക്കെ എത്ര നാളത്തേക്കാന്ന് നോക്കാമല്ലോ എന്നൊക്കെ. എത്ര നാളത്തേക്കാണേലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ ആസ്വദിക്കുക. നാളെ മറ്റന്നാൾ എന്താവും എന്നോർത്ത് പേടിച്ച് ജീവിച്ചാൽ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റുക അല്ലേ? ഉണ്ണി കുറച്ചുകൂടെ മേലേക്ക് കൊണ്ടാക്കി കൊടുക്കുവോ? അതുപോലെ നമ്മുടെ ചാനലിൽ കിടക്കുന്ന വീഡിയോസിന് ഇത്തിരി വ്യൂസൊക്കെ കൂടി വരുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ദിനം പ്രതി കുറേശ്ശെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞി വ്ളോഗുമായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രം പറയാനായിട്ട്. കുറച്ച് പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയുന്ന പോലെ 1000 താങ്ക്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ. എൻ്റെ ഒരു കുഞ്ഞി സങ്കടം വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും നമ്മുടെ വീഡിയോസ് അധികം കാണുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇടയിലേ നമ്മുടെ വീടിൻ്റെ ഉള്ളൊരു പൂമ്പാറ്റ വന്നെയാണ്. ഇത്തിരി ചിറക് ഒടുങ്ങിയിട്ടുണ്ട്. ഇനി അതിനെ അതിനെ കൂട്ടത്തിൽ കൂട്ടാണ്ടെയോ അത് ചത്ത പോവോ എന്ന് പേടിച്ചിട്ട് ഇങ്ങനൊരു കടലാസ് എടുത്ത് തട്ടി വിട്ടതാണ്. അപ്പോൾ നോക്കുമ്പോൾ പുറത്തുള്ള നമ്മുടെ ഷീറ്റ് മേങ്ങ ആ ഒരു മരത്തിൻ്റെ തിട്ടയിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നില്ല. അതാണ് എനിക്കിപ്പോൾ ഉള്ള ഒരു കുഞ്ഞ് സങ്കടം. സബ് ചെയ്യാണ്ടാണ് 89% ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തുകൂടെ? അപ്പോൾ അതെനിക്ക് വലിയൊരു സഹായമാവൂലേ. ചിലപ്പോൾ ഒക്കെ നിങ്ങൾ എന്നെ ഇഷ്ടമായിട്ടായിരിക്കും കാണുന്നത്, ചിലപ്പോൾ ഒക്കെ ഇഷ്ടമല്ല ഉണ്ടാവും.
ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അല്ല എൻ്റെ ഫാമിലിയൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു കുഞ്ഞ് ലൈക്ക്, ഒരു പണിയില്ലല്ലോ, ഒന്നും കൂടെ തൊട്ടാൽ പോരെ. അപ്പം അങ്ങനെ ഒരു ലൈക്കും, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. പിങ്കുവിൻ്റെ മൂക്കിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ രോമം കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു ഓൾമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഭദ്രമായി എടുത്ത് വെച്ചാണ്, കുട്ടികളുടെ ഒന്നും കയ്യിൽ പെടണ്ടാൻ ഓർത്തിട്ട്. പക്ഷേ അത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാനത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് എന്തായാലും തേച്ച് കൊടുക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള കുഞ്ഞി പപ്പികളൊക്കെ ഉണ്ടെങ്കിലേ, നമ്മളെ വീട്ടിലൊരു കുഞ്ഞാവ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അറ്റങ്ങളെ ദിവസവും കണ്ണിൻ്റെ മുക്കും ചെവിലുള്ളൂ ഒക്കെ തുടച്ച് വൃത്തിമേനയാക്കൂലേ, അതുപോലെയൊക്കെ ആക്കണം. ഇതുപോലെയുള്ള കുഞ്ഞി പപ്പികളുണ്ടല്ലോ നമ്മളുടെ ഉണ്ണിയോളമാര് തന്നെയാണ് കേട്ടോ. കുറച്ചധികം സ്നേഹം പ്രകടിപ്പിച്ച് കൊഞ്ചിച്ചാൽ മതി, പിന്നെ നമ്മളുടെ മേലിൽ നിന്ന് അങ്ങോട്ട് പോകൂല. നടക്കേ കുഞ്ഞാ, കുഞ്ഞ ബെൽറ്റ് ഇട് റോഡ് കൂടെ പോയിട്ടുണ്ട്. അമ്മ പോരാണ്, എനിക്ക് പോരാണ്, ഇനി എടുക്കല്ല ഭയം. അപ്പൊ സുന്ദരി കുട്ടിയായിേ, ഇനി എടുക്കല്ല, അമ്മ ആദ്യം കൊണ്ടുപോവാ, ആദ്യം കൊണ്ടുപോവാ കുട്ടീനെ ആദ്യം ടിഷ്യൂ തിന്നെ കിട്ടോ, അപ്പൊ ശീലേ കാട്ടുള്ളൂ ഭയം. ടെറസിൻ്റെ പുറമൊക്കെ ആകെ മുഷിങ്ങിയിട്ടുണ്ട് കേട്ടോ. പെൺകുട്ടിയുടെ ഫുഡിൻ്റെ ഒക്കെ പാക്കറ്റുകളും ടിഷ്യൂകളും ഒക്കെ പാടെയായിട്ട് മഴയവ കാരണം ഒന്നും വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒന്ന് വെയിലാകുമ്പോഴത്തേക്കും ഒന്ന് റെഡിയാക്കി ഇടണം മേലെയൊക്കെ. പിങ്കു കളിക്കുന്ന സ്ഥലമല്ലേ, വൃത്തിമേനയൊക്കെ വേണ്ടല്ലേ. പിന്നെ ഉണ്ടല്ലോ പിങ്കുവിന് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇനി കളിക്കുന്ന ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് അവൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, 2 നേരം ആണേലും ശരി. അപ്പോൾ അതൊക്കെ ഇന്ന് ദഹിച്ചോട്ടെ എന്ന് ഓർത്തിട്ടേ അവരെപ്പോഴും നല്ല ആക്റ്റീവായിരിക്കുക, അത് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിലാണ് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരിക. ഫുഡൊക്കെ ദഹിക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെ ശരീരമൊക്കെ നല്ലോണം ഇളകണം. അതിനു വേണ്ടി ഓരോ നല്ലോണം കളിപ്പിക്കുകയും വേണം. കുട്ടിക്ക് ഞാൻ മീഷോന്ന് ഒരു ബെൽറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ബെൽറ്റൊക്കെ ഓർഡർ ആക്കി അത് കയ്യിൽ കിട്ടി ആദ്യമായിട്ട് ഇട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഞാനൊരു കുഞ്ഞ് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യാത്തത്. അത് അവൾക്ക് ആ മേടിച്ച പാടമൊന്നും ഒട്ടും ഇഷ്ടമായിരുന്നില്ല, സമ്മതിക്കുകയുണ്ടായിരുന്നില്ല അത് ഇടാനായിട്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിട്ടിട്ട് ശീലമായിട്ടുണ്ട്. നമ്മളത് എന്തിനാണ് മേടിച്ച് വെച്ചാൽ ഇപ്പോഴേ കയറിൽ കെട്ടിയിടാൻ വേണ്ടിയിട്ടല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ അവൾക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി പുറത്തു കൂടെയൊക്കെ കൊണ്ടുപോകാനും അതുപോലെ ചിച്ചി ഒഴിക്കാനും അപ്പി ഇടാനും ഒക്കെ പുറത്ത് തന്നെ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ഒന്ന് പഠിയുമല്ലോ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലൊക്കെ പോയി ഇത്ര നേരം സൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മളെ അപ്പുറത്തെ വീട്ടിലെ താത്ത ഞങ്ങളെ കണ്ടപ്പോഴേ പിങ്കുവിൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയുകയാണ് കേട്ടോ. താത്തയുടെ വീട്ടിൽ ഇതുമാതിരി ഒരുപാട് പൂച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ മുന്നേയുള്ള വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെൺകുട്ടിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നേ. പെൺകുട്ടി ഇങ്ങനെ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മൾ അവളുടെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അവൾ ഓടി വരുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്, ഇവിടം വരെ ഓടുന്നുള്ളൂ. നമ്മളപ്പോൾ റോട്ടിക്കൊക്കെ നല്ല ദൂരം കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ബെൽറ്റ് ഇടാത്ത സമയത്ത് അവൾ അവിടം വരെയും പോകും കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ ഓടിയാലും ഈ ഒരു ഏരിയ കടന്ന് കറങ്ങും. അങ്ങനെയാണ്. ഇവിടത്തേക്കും കെട്ടിയോ വന്നിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ കമൻറ്റിലും മെസ്സേജിലൊക്കെ പറഞ്ഞു പിങ്കുവിനെ പോലെയുള്ള നായ്ക്കുട്ടികളെയൊക്കെ വളർത്തുമ്പോഴത്തേക്കും നമ്മളധികം അവരെ പുറത്ത് മണ്ണിലും വെള്ളത്തിലും ഒന്നും കൊണ്ടു നടക്കാൻ പാടില്ല. സാധാ പട്ടിക്കുട്ടികളെയൊക്കെ മാതിരി നമ്മളവർ നോക്കാൻ പാടില്ല, വേറൊരു രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് അതുമാതിരി തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ വെള്ളം നനവൊക്കെ അവളുടെ മേലില്ലാതെ നല്ലോണം ഉണങ്ങിയ തുണിയൊക്കെ ആയിട്ടും ടിഷ്യൂ ഒക്കെ ആയിട്ടും തുടച്ച് ഈർപ്പമില്ലാത്ത രീതിയിലും കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഇതുമാതിരി മുറ്റത്തിറക്കാൻ്റെയും പുറത്തൊന്നും കൊണ്ടുപോകാണ്ടിരിക്കില്ല. അവൾ തുള്ളിച്ചാടി ഞങ്ങളുടെയൊക്കെ കൂട്ട് അങ്ങോട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ പോയി അടുക്കളപ്പുറത്തൊക്കെ നിന്ന് വർത്താനം പറഞ്ഞു. പിന്നെ അവളുടെ ഉമ്മർത്തേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ പൈപ്പിലിങ്ങനെ അവളുടെ ബെൽറ്റ് കുറച്ച് നേരം കെട്ടിയിട്ടേന് കേട്ടോ. ഇഷ്ടമില്ല പെണ്ണിന്. പക്ഷെ കെട്ടിയിട്ടിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്കൊരു ഷോർട്സ് വഴി കാണിച്ചു തരാം. ഒരു ദിവസം ഉണ്ടല്ലോ ഞങ്ങളവളെ ഇതുപോലെ മുറ്റത്തേക്ക് ഇരിക്കും, ഒരു ഒറ്റ ഓട്ടം അവൾ 4 പുറമാണ് ഈ നായ്ക്കളാണ്. ഏതെങ്കിലും വന്നേക്ക് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടൂലേ. അപ്പോൾ പിന്നെ നമുക്ക് ബെൽറ്റ് ഇല്ലാണ്ട് അവളെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഓടിക്കഴിഞ്ഞാൽ പിടിക്കാൻ കിട്ടില്ല, മാറി സ്പീഡിലാണ് ഓട്ടം. എൻ്റെ കിട്ടുവിൻ്റെ സ്കൂട്ടിക്ക് അവിടെ വന്നിട്ട് കുറേ ആയിട്ടോ. ഒരിക്കൽ ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ അനിയത്തി അവൾ ഇതിൻ്റെ സീറ്റ് പൊക്കിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് എന്തോ അവളുടെ ഡ്രസ്സ് എന്തോ ഞാൻ കൊണ്ടുവന്നിരുന്നു, അതെടുക്കാൻ വേണ്ടി തുറന്ന അപ്പോൾ താക്കോൽ പൊട്ടി അതിൻ്റെ ഉള്ളിക്കിരുന്നു. അങ്ങനെ അത് വീട്ടിൽ കിടക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ വീട്ടിൽ പോയിട്ട് സ്കൂട്ടിയൊക്കെ എടുത്ത് വന്നേനെ കേട്ടോ. അവളെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, അവളുടെ കുറ്റമല്ല, താക്കോലിൻ്റെ തല ഇങ്ങനെ പൊട്ടി നിൽക്കുകയായിരുന്നു.
ഏട്ടൻ അതൊരു നാക്കിലാണ് തുറന്നിരുന്നത്. ഇവക്കത് അറിയൂലല്ലോ. ഇവള് പെട്ടെന്ന് പോയി താക്കോൽ അതിൻ്റെ ഉള്ളിലിട്ട് തുറന്നതാണ്. അങ്ങനെ ഒരു പണി കിട്ടി. അപ്പോൾ അത് ഇതുവരെ നേരെയാക്കിയിട്ടില്ല. വീണ്ടും പുറത്ത് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ കെട്ടാൻ അതൊന്ന് കൊണ്ട് നേരെയാക്കിട്ടെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റിയാണ്. കാലിലും മുറിയൊക്കെ ഇപ്പോൾ ഉണക്കമുണ്ട് കേട്ടോ. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലടക്കം ഇങ്ങനെ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ കാലിലും മുറിവ് എന്നൊക്കെ. നല്ല രീതിക്ക് ഉണക്കമൊക്കെ ഉണ്ട്. എന്നാലും ചെറിയൊരു വെള്ളം വരുന്ന മാതിരി ഒരു തലക്കിൽ. അത് പക്ഷേ വലിയ പ്രശ്നമില്ല. വെള്ളം നനയ്ക്കാണ്ടിരുന്നാൽ മതി, ശരിയായിക്കോളും. ഒലമേൻ്റെ ഒക്കെ തേച്ച് അതുമാതിരി നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കുറച്ച് ദിവസം കൂടെ കൊണ്ട് നടക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി മുറിവ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാറൊന്നുമില്ലേ. നമ്മൾ തന്നെ വീട്ടിൽ ഞാനിങ്ങനെ കല്ലുപ്പ് തിളച്ച വെള്ളത്തിലിട്ട് അത് ഇത്തിരി ആറിയാൽ ഒരു തുണിയൊക്കെ മുക്കി ഇങ്ങനെ മുറിവ് ക്ലീൻ ചെയ്യും. എന്നിട്ട് പിന്നെ ബെറ്റാഡിന് ഓൾമെൻ്റ് ഇല്ലേ അതും പുരട്ടും. അങ്ങനെ ഡെയിലി വൈകിട്ട് ചെയ്യുന്നുണ്ട്. രാത്രി കെട്ടുമില്ല, രാത്രി കെട്ടാണ്ട് അങ്ങനെ ഇടും. പകൽ പിന്നെ പണിക്ക് പോകുമ്പോൾ നമുക്ക് കെട്ടാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇപ്പോൾ എൻ്റെ പിങ്കു ഓടുന്നത് നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ എൻ്റെ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് വരേക്ക് ഓടി തിരിച്ചിങ്ങോട്ട് വരും. പിന്നെ ഇവിടുന്ന് തറവാടിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഓടുക, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക. അങ്ങനെയൊക്കെയാണ് പരിപാടി കേട്ടോ. ഇടയിൽ ഇപ്പോൾ ആ റോട്ടിലിരുന്ന് പണി പറ്റിച്ചിട്ടാണ് ഇപ്പോൾ ഉമ്മറത്തേക്ക് പോയിട്ടുള്ളത്. പെൺകുട്ടിക്കുണ്ടല്ലോ അപ്പുറം അപ്പുറം ഉള്ള മനുഷ്യന്മാരോടൊക്കെ നല്ല ഇഷ്ടമാണ്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അവരോട് കൊഞ്ചും കൊണിയൊക്കെ ചെയ്യും. വെറും കൊഞ്ചിപ്പെണ്ണാണ്. പക്ഷേ ഉണ്ടല്ലോ വേറെ നായ്ക്കളെ കാണുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. നായ്ക്കളെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൂക്കി ആർക്കും പെണ്ണ്. പക്ഷേ നാലുപുറമുള്ള വലിയ വലിയ നായ്ക്കളെ അവരെ കാണുമ്പോൾ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു അത്ഭുത ജീവിയെ കണ്ടേ മാറി ഇങ്ങനെ നോക്കിക്കുക. അല്ലാണ്ട് അവറ്റ തിരിച്ച് കുറയ്ക്കുകയോ മണ്ടി ഓടി വരികയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു അത്ഭുത ജീവിയെ കണ്ട പോലെ വിട്ട് ഞങ്ങളുടെ പടിക്കൂടെ ഇങ്ങനെ പോവുക, അവിടെ നിന്നിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യണേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അവളെ പിടിക്കാൻ കിട്ടാൻ നല്ല പാടാണെന്ന്. അപ്പം അതാ നിങ്ങൾ കാണണേ കേട്ടോ. ബെൽറ്റ് ഇല്ലാണ്ട് വിട്ട് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഞാൻ ഒറ്റയ്ക്കൊന്നും ആകുമ്പോൾ ബെൽറ്റ് ഇടാണ്ട് വിടാനേ പറ്റില്ല. ആദ്യം അച്ചുണ്ടെങ്കിൽ പിന്നെ ഓടിച്ചിട്ട് പിടിച്ച് അകത്ത് കയറ്റാറാണ്. അപ്പോൾ ആദ്യത്തിനും പോവുണ്ട് എൻ്റെ കൂടെ ടൗണിക്ക്. വർക്ക്ഷോപ്പിൽ പോയി വണ്ടിയൊക്കെ നിർത്തണ്ടേ. അപ്പോൾ അത് ഇറക്കി കൊടുക്കാനും കയറ്റാനൊക്കെ അവൻ അച്ഛനെ സഹായിക്കും. ഇത്രയും പോകുന്ന ഈ ഒരു വണ്ടി ഇതിലോട്ട് കയറ്റാനും എൻ്റെ ഉണ്ണി തന്നെയാണ് ഇപ്പോൾ അച്ഛനെ സഹായിച്ചിട്ടുള്ളത് കേട്ടോ. ഏട്ടൻ്റെ പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൈ അങ്ങനെ നീണ്ടു പോകും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കൈ നീട്ടി എന്തെങ്കിലും എന്താ എനിക്ക് വേണ്ട വെച്ചപ്പോൾ എന്തെങ്കിലും എന്ന് വെച്ചപ്പോൾ മൂപ്പര് എനിക്ക് തന്നിരിക്കണം എന്താണെന്നൊന്ന് നോക്കിക്കേ. വണ്ടിയിലേ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കുമ്പോൾ ചില്ലറ കിട്ടാത്തുമ്പോൾ അങ്ങനെ മിഠായിയൊക്കെ കിട്ടൂലേ, അത് തന്നിരിക്കുക. എന്നെ പറ്റിച്ചു. മിഠായി എങ്കിൽ മിഠായി കിട്ടിയതായില്ലേ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഞാൻ എൻ്റെ വായിലിട്ടു, ഒരെണ്ണം ഇതാ ആദ്യക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്നിൻ്റെ അച്ചൂട്ടനെ എടുത്തേക്കുകയും ചെയ്തേ. പെണ്ണിന് ബെൽറ്റൊക്കെ മേടിക്കാൻ പ്രധാനപ്പെട്ട കാരണം അവൾ ഇങ്ങനെ റോഡരികൂടെയൊക്കെ പോയി അവളുടെ ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാൻ. എന്നാൽ പിന്നെ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കൂലേ എന്നൊക്കെ ഓർത്തയാണ് കേട്ടോ. പക്ഷെ പെണ്ണ് കാട്ടിയ പണി എന്താ നോക്കിയൊക്കെ ഞങ്ങളുടെ പടിക്ക് തന്നെ പോയിട്ടാണ് കാര്യം സാധിച്ചത്. പിന്നെ എന്ത് ചെയ്യാനാ. അപ്പോൾ ഉമ്മർത്ത് ഇവിടെ 2 ഇലയൊക്കെ പെറുക്കി നമ്മളെ അച്ചുട്ടി ഇത്തിരി വലുതായതിനു ശേഷം ഇമ്മാരി ഒരു പരിപാടിയുടെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ പിങ്കു കാരണം അത് വീണ്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇപ്പൊ എൻ്റെ ഇടതും വലതും കൈ മാറുന്ന കാര്യം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഫ്രണ്ട് ക്യാമറ മാത്രമേ മക്കളെ ക്ലിയർ ഉള്ളൂ. ബ്ലാക്ക് അല്ല, ബാക്ക് ക്യാമറ ആകുമ്പോൾ ബ്ലാക്ക് ആവും, ഭയങ്കര ഇരുളിച്ചൊക്കെ വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയില്ലേ ഇപ്പം എല്ലാവർക്കും. പിന്നെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ അധികം സിറ്റ് ഔട്ടിലും അതുപോലെ അടുക്കളപ്പുറത്ത് വർക്ക് ഇതിലൊക്കെ ഇരുന്നിട്ടാണ് കഴിക്കുക. ആദ്യം ഏട്ടനൊക്കെ ആ നേരത്തേക്ക് വന്നു കേട്ടോ. രണ്ടാളും നേരത്തെ കഴിച്ചു. എനിക്കപ്പോൾ അത്ര വിശപ്പ് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ കഴിച്ചോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞാണ്. അങ്ങനെ എൻ്റെ ഊണ് കഴിക്കൽ അത് കഴിഞ്ഞു. കഴിക്കൽ കഴിഞ്ഞ് ഞാൻ കോലായത്തൊന്ന് പോയി നടുനൂർത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയും ചായക്ക് വന്നു കേട്ടോ. ഉച്ചരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 2:30-2:45 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടന് മാത്രമല്ല ചായ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഞാൻ പാല് മൊത്തം അവിടെ തിളപ്പിച്ചിട്ട് ഇന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഏട്ടന് വെച്ച് ബാക്കി എടുത്ത് വെക്കാം, എന്നിട്ട് ഉച്ചരിഞ്ഞിട്ട് വെക്കാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ എൻ്റെ ഓർമ്മയുടെ അപാര കഴിവുകൊണ്ട് എല്ലാത്തിലും അങ്ങോട്ട് പൊടിയിട്ട് ചായയുടെ കൂട്ടി വെച്ചു. പിന്നെ എന്താ ചെയ്യുക. അപ്പോൾ എൻ്റെ ഏട്ടനുള്ള ചായ കൊടുത്തു. ഞാനും ആ സമയത്ത് കുടിച്ചു പോകുന്നു. ബാക്കിയുള്ള പാല് അങ്ങനെ എടുത്ത് ബാക്കിയുള്ള ചായ അങ്ങനെ എടുത്തിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ ഉണ്ണി സ്കൂളിട്ട് വരുമ്പോൾ ചൂടുണ്ടാവും. പിന്നെ ആദിക്ക് വെള്ളത് അവരും കൊടുത്തു കേട്ടോ. ചായക്ക് പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബിസ്ക്കറ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചൂട്ടനും ആദിക്കും ഷെയർ ഇട്ടിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്.
അതുപോലെ ഉണ്ടല്ലോ ഞാൻ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനായിട്ട് ഞാൻ വ്ളോഗ് ചെയ്തല്ലോ, അത് മറന്നുപോയി, ഇടയിൽ കയറി പറഞ്ഞതന്നേ ഉള്ളൂ. എന്തായാലും എൻ്റെ ദൈവമേ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു എനിക്കത്. എന്തവസ്ഥയെന്ന് വെച്ചിട്ട് ലൈവൊക്കെ വരുന്നവരെ ഞാൻ തൊഴുതു കേട്ടോ. നല്ല കപ്പാസിറ്റിയും കാലിബറൊക്കെ വേണം ലൈവ് വരാനായിട്ട്, നല്ല ഗഡ്സൊക്കെ വേണം, അതെനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ സാനയൊക്കെ എന്താ പറയുക അഭിനന്ദിച്ചിരിക്കണോ, അവളുടെ കഴിവിനെ ഞാൻ അഭിനന്ദിക്കാതെ ആവില്ല എനിക്ക്. എന്ത് സ്മാർട്ടായിട്ട് അവൾ സംസാരിക്കുക അറിയോ, നല്ല കോൺഫിഡൻസോട് കൂടി അവൾ ലൈവ് അറ്റൻഡ് ചെയ്യും. എക്സ്പീരിയൻസ് കൊണ്ടാണോ അല്ലേ ഒന്നും എനിക്കറിയില്ല, എന്തെങ്കിലും അവളെ ഞാൻ സമ്മതിച്ചു എന്ന് അറിയാലോ. അപ്പോൾ അവളുടെ ലൈവ് കണ്ടിട്ട് ഞാൻ ലൈവ് എടുത്തിട്ട് കാര്യമില്ല മക്കളെ, നടക്കൂല, ചീട്ടി പോവും. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്ത് കാര്യം, അവളെന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, നീ വാടി ലൈവ് ചെയ്യുക, ലൈവ് ഇടുന്ന സമയത്ത് വേറെ ഏതൊക്കെ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കി ഇടേണ്ടതൊക്കെ ഉണ്ട്. ഇത്രയെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ അല്ല, ഞാൻ പറഞ്ഞുതരാം, നീ ധൈര്യമായിട്ട് ലൈവിൽ വാ. ലൈവിന് വാച്ചവറൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ലൈവൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരും. പക്ഷേ എനിക്ക് ആ പരിപാടി നടക്കുമെന്ന് തോന്നണില്ല. എന്നാലും ചിലപ്പോൾ പോകെ ലൈവ് ചെയ്തുകൂടായികയൊന്നും ഉണ്ടാവില്ല. കുറേ കഴിയുമ്പോൾ നമുക്കത് ധൈര്യം വരുമല്ലോ. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യൂല, എനിക്ക് മടിയാ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യാറുണ്ട്. കുറേ കഴിയുമ്പോൾ മടിയൊക്കെ അങ്ങോട്ട് മാറും. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ. എന്തായാലും ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാനുള്ള പരിപാടിയില്ല. പക്ഷെ എൻ്റെ അച്ചൂട്ടൻ അടിപൊളിയാണ് കേട്ടോ. നമ്മളെ പായസ് വ്ളോഗ്സ് അതേമാതിരിയാണ്, അടിപൊളിയായിട്ട് ലൈവ് ചെയ്യാൻ വയ്ക്കും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്തുമാതിരി അറിയോ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. അതുപോലെ അതിലൊരാൾ കമൻറ്റ് ഇട്ടായിരുന്നു, ഹേയ് ചേച്ചി സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ എൻ്റെ അച്ചൂട്ടൻ പറയണം, അതെന്താ ചേച്ചിക്ക് മാത്രമാണോ ഹായ്, ചേച്ചിയോട് മാത്രം എന്താ സുഖമാണോ ഒക്കെ ചോദിക്കണം, എൻ്റെ അടുത്ത് ചോദിക്കണില്ലെന്ന്. സ്പോട്ടിൽ തന്നെ ആ കമൻറ്റ് ഇട്ട ആൾ ഹായ് അച്ചൂട്ടന് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നേ. അവൻ എത്ര പെട്ടെന്ന് അറിയാം കമൻസൊക്കെ വായിക്കുന്നു. അതുമാതിരി നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ വീണ്ടും കമൻറ്റ് ഇടാനുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. അപ്പം എനിക്ക് മനസ്സിലായി ഫ്യൂച്ചറിൽ എൻ്റെ അച്ചൂട്ടൻ ഒരുപക്ഷെ നല്ല രീതിയിലൊരു യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എൻ്റെ ആദിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവൻ തന്നെയാണ് പറഞ്ഞു, അവനാണ് ലൈവ് എടുക്കാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അമ്മ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുകയും വീഡിയോസിന് വ്യൂസൊക്കെ വരികയും ചെയ്യും അത്രേ, അമ്മ വായോ ഞാനും ഇരിക്കാം. ഞാൻ ചോദിച്ചു കുഞ്ഞാൾക്ക് മടിയില്ലേ, അവൻ എന്നെ മാറി കുറച്ചൊരു പുറകിലോട്ടാ, ഭയങ്കര മറ്റുള്ളവരെന്ത് കരുതുന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അവൻ പറയും അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ചാനലിന് ഇത്തിരി ഗ്രോത്ത് വരുമെങ്കിൽ ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന്. ഇന്നത്തെ കാലത്തൊക്കെ അത്രയും കുട്ടികൾ അമ്മയ്ക്കൊക്കെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെയൊക്കെ ഏജിലുള്ള കുട്ടികൾ, അവർക്ക് അവരുടേതായ ലോകം ഉണ്ടാവും, അവരുടേതായ കാര്യം ഉണ്ടാവും അല്ലേ. എൻ്റെ ഉണ്ണിവശം അങ്ങനെയൊന്നും അല്ല കേട്ടോ. അമ്മയ്ക്കൊരു കാര്യം ഉണ്ടാവും, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും റെഡിയാണ്. ആ ഒരു കാര്യത്തിൽ എൻ്റെ ഉണ്ണിയെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട്, ആദിയുടെയൊക്കെ ഏജുള്ള ഒരുപാട് കുട്ടികളുടെ അമ്മമാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ആദ്യം ഈ ഒരു പ്രായത്തിലും കൂടെ രശ്മിയുടെ കൂടെ എല്ലാത്തിനും നിന്ന് തരണു, അല്ലാണ്ട് ഫ്രണ്ട്സ് അവൻ്റേതായ ഒരു ലോകം കെട്ടിപ്പൊക്കി അച്ഛ അമ്മ അനിയൻ അവരൊന്നും വേണ്ട, അതുപോലെ ഒന്നും അല്ലല്ലോ. അത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കുറേ സ്വത്തും മുതലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ കുട്ടിയോട് നമ്മളുടെ ഇഷ്ടത്തിന് പെരുമാറണ്ടേ കുറച്ചേലും ഒക്കെ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അവന് സത്യം പറഞ്ഞാൽ അതൊന്നും ഇത്ര വലിയ ഇഷ്ടമായിട്ടല്ല. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും എന്നോടുള്ള എന്തെങ്കിലും ഒരു ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ. അല്ലാണ്ട് നമുക്ക് നിർബന്ധിച്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ കുട്ടികളുടെ എക്സ്പ്രഷനും വർത്താനവും ഒക്കെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെന്ന്. അപ്പോൾ അതൊന്നും അല്ലാണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ സഹകരിക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ ഉണ്ണീനെ കിട്ടിയാൽ, എൻ്റെ ഉണ്ണി എൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതിൽ ഒരുപാട് താങ്ക്സ് ഞാൻ അവൻ്റെ അടുത്തും പറയുകയാണ്. മര്യാദയ്ക്ക് പറഞ്ഞു പെൺകുട്ടിയെ ഇതുമാതിരി ഇടയ്ക്കിടയ്ക്ക് മിരട്ടണം, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടൂല. അമ്മാതിരി കുറുമ്പിയാണ് പെണ്ണ്. അപ്പോൾ അവളെ ഞാൻ പൈപ്പയിൽ അവളുടെ കയറിൻ്റെ ഒരറ്റം ബെൽറ്റിൻ്റെ ഒരറ്റം തൂക്കിയിട്ടിട്ട് അവൾക്ക് മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് ആൾ കേട്ടോ. അവൾക്ക് കോഴിമുട്ട, മീൻ അതൊക്കെ ആണെങ്കിൽ വലിയ ഇഷ്ടമാണ്. ഇറച്ചി അതൊക്കെ അവളുടെ ഫേവറേറ്റ് സാധനങ്ങളാണ്. ഇടയിൽ എൻ്റെ അച്ചൂട്ടൻ സ്കൂൾ വിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ചായക്ക് ബിസ്ക്കറ്റ് അല്ലല്ലോ, അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവനൊരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഒന്നാലൊക്കെ കൂട്ടി കോലായത്തിരുന്ന് കഴിക്കുകയാണ്, ടി വിയും വെച്ചിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. അതുപോലെ ഉണ്ടല്ലോ ഇന്നിൻ്റെ ആദിത്യന് ഇവിടെ ഒരു മരാമത്ത് പണി എടുത്തിട്ടുണ്ട്. അവന് ഒരു കുഞ്ഞ് കുഴി ഉമ്മർത്ത് കുത്തിയിട്ടുണ്ട്. അവന് താമരയും അമ്പലമൊക്കെ വളർത്താനൊക്കെ പറഞ്ഞിട്ടേ അത് കണ്ടപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തിനാ അങ്ങനെ കഷ്ടപ്പെടണം, ആ മേലെ കിടക്കണ ഫ്രിഡ്ജ് ഒരു കുഴിയിൽ ഇറക്കി വെച്ചാൽ നല്ല രീതിക്ക് മീനും താമരയും അമ്പലമൊക്കെ ഇടാലോന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ചെക്കൻ കുഴി കുത്താൻ തുടങ്ങി. ബിജു മേനോൻ്റെ പോലെയാണ്. ഒരു കാര്യം വേണമെന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അപ്പം കംപ്ലീറ്റ് ആക്കണം. അപ്പം പിന്നേക്ക് മാറ്റി വയ്ക്കണ ഒരു ശീലമില്ല. അങ്ങനെ കുഴിയൊക്കെ കുത്തി ആൾ ഫ്രിഡ്ജിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ഓട്ട ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ചും വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മൊത്തം പണി തീർന്നാൽ ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളതെന്ന്.